നമസ്കാരം എല്ലാവർക്കും ഷീബാസ് ബൈറ്റ്സ് ആൻഡ് ബോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡെസേർട്ടാണ് തയ്യാറാക്കുന്നത്. അറബിക് ഡെസേർട്ടായ കുനാഫയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഡോ ഇപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എങ്ങനെയാണ് കുനാഫ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അറബിക് ഡിഷായ കുനാഫ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. വർമിസെല്ലിയേക്കാളും കുറച്ചുകൂടി ഡാർക്ക് കളറിൽ ഇതിൻ്റെ ഡോ നമുക്ക് വാങ്ങാൻ കിട്ടും. മിക്കവാറും ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് നമുക്ക് കിട്ടും. ഇതുപോലെയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്കിതുണ്ടാക്കാനായിട്ട് ബട്ടർ വേണം, പിന്നെ മോസറല്ല ചീസും ക്രീം ചീസും വേണം. സാധാരണ ക്രീം ചീസ് ഇട്ടാണ് ഇത് ഉണ്ടാക്കാറ്. മോസറല്ല ചീസും കൂടി ഇടുവാണെങ്കിൽ നല്ലതാണ്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പഞ്ചസാര വേണം. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പിസ്താച്ചിയോ. ഷുഗർ സിറപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ഡ്രോപ്പ് ലെമൺ ജ്യൂസ് വേണം. ഇത്രയുമൊക്കെയാണ് കുനാഫ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. പാക്കറ്റ് പൊട്ടിച്ച് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. കൈകൊണ്ട് വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഇത് പൊടിഞ്ഞു കിട്ടും. അത്രയ്ക്കും നേർത്തതാണിത്. ഇത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കോൺഫ്ലോറും മൈദയുമാണ് ഇതിനകത്തെ ഇൻഗ്രീഡിയൻറ്റ്. ഞാനിപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരു 1/2 മിനിറ്റ് മാത്രം ഒരു തവയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കാതെ തന്നെ ഡയറക്റ്റ് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ കുറച്ച് നാളായി ഇത് വാങ്ങിയിട്ട്, അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ചൂടാക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ പുറത്ത് വെച്ചിട്ട് അതൊന്ന് ലിക്വിഡ് കണ്ടീഷൻ ആയതിന് ശേഷം ചേർക്കുമായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഇത് മിക്സ് ആവാൻ വളരെ പാടായിരിക്കും. കുനാഫ കഴിക്കുമ്പോൾ ബട്ടറിൻ്റെ ടേസ്റ്റാണ് മുന്നിലായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബട്ടർ ഒട്ടും പിശുക്കണ്ട, നല്ലവണ്ണം ഒഴിച്ച് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. കൂടാതെ പൊടിച്ച പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഇതിലിട്ട് കുഴയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഷുഗർ കുറച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് പഞ്ചസാര ഈ സമയത്ത് ചേർക്കുന്നില്ല. ബട്ടറും ഷുഗറും കുനാഫ ഡോവും കൂടി നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അതിന് മോസറല്ല ചീസും ക്രീം ചീസും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുന്നത്. ക്രീം ചീസ് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോസറല്ല ചീസ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ക്രീം ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം. ഷുഗർ കുറച്ചുകൂടി കൂടുതൽ ഇട്ടാലും നല്ലതാണ്. 4 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഞങ്ങൾ കുറച്ച് ഷുഗറാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് മധുരമേ ഇടുന്നുള്ളൂ. ഷുഗർ ഒന്ന് പൊടിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് ആക്കി എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അടികട്ടിയുള്ള വട്ടം കുറഞ്ഞ പാത്രമാണ് ഇതിന് നല്ലത്. അങ്ങനെയുള്ളതാണെങ്കിൽ കുറച്ച് ഹൈറ്റ് കിട്ടും. ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് ബട്ടറിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കുനാഫ ഡോ ഇട്ട് കൊടുക്കാം. പകുതി ഇട്ട് കൊടുത്താൽ മതി. നല്ലവണ്ണം ലെവൽ ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ചീസും ക്രീം ചീസും ഷുഗറും കൂടി മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് നല്ലവണ്ണം വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഫില്ലിങ് നല്ലവണ്ണം ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഡോവ് നമുക്ക് ഇട്ട് കൊടുക്കാം. കുനാഫ ഡോവും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ഇടിച്ചിടിച്ച് അമർത്തി വയ്ക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് സെപ്പറേറ്റ് ആയി പോകും. അതുകൊണ്ടാണ്. എന്നിട്ട് സൈഡും കൂടിയൊക്കെ ഒന്ന് നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ടെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാനും കൂടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത് 1 മിനിറ്റ് ഒന്ന് സ്റ്റൗ ടോപ്പിൽ വെക്കണം. അതിന് മുമ്പായിട്ട് ഈ സൈഡിലൂടെ നമുക്ക് കുറച്ച് ബട്ടറും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം സ്റ്റൗ ടോപ്പിൽ വയ്ക്കാം. 1 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഇത് റെഡിയായി കിട്ടും. ഡയറക്റ്റ് വയ്ക്കാതെ ഒരു ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കിയാലും മതി. ഇത് അടുപ്പിലേക്ക് വയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു പാത്രം ഒന്ന് ബട്ടർ പുരട്ടിയെടുക്കണം. നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുവാണെങ്കിൽ നല്ലതാണ്. പിസ്സ ട്രേയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരന്ന പാത്രം എടുത്താൽ മതി. അതിനകത്തേക്ക് നമുക്കിതൊന്ന് മറിച്ചിടാനുള്ളതാണ്. ഇപ്പോൾ 1 മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ ഇതൊന്ന് മറിച്ചിടുവാണ് ആ പാത്രത്തിലേക്ക്. ചില സ്ഥലത്ത് കുറച്ചധികം ഡാർക്കായിട്ടുണ്ട്, അത്രയും ആവണ്ട. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇത് വെച്ചിട്ട് അടപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക. 1 മിനിറ്റ് മാത്രം വെച്ചാൽ മതി.
ഇനി ഇതിൻ്റെ സൈഡിലും മുകളിലും ഒക്കെ കുറച്ചുകൂടി ബട്ടർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ചൂടായിരിക്കും ഇത് ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും 1 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ കുനാഫ റെഡിയാവും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഷേപ്പ് ചെയ്യുന്നതിനും ഇതൊന്ന് യോജിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ സൈഡിലും മുകളിലും ഒക്കെ കുറച്ച് ബട്ടറും കൂടിയൊക്കെ ഒന്ന് തടവി കൊടുക്കാം. ക്രീം ചീസ് കൊണ്ടുള്ള ഫില്ലിംഗ് ആണ് സാധാരണ കുനാഫയിൽ ചെയ്യാറ്. എങ്കിലും നമുക്ക് പാലും കോൺഫ്ലോറും ഒക്കെ ഉപയോഗിച്ചൊരു ഫില്ലിങ്ങും ഇതിന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ 1 മിനിറ്റായി കുനാഫ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ സൈഡ് ടോപ്പിലാക്കി ഞാനിതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ആദ്യമേ നിങ്ങൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചാലും മതി. പക്ഷേ ഇത് തണുത്ത് പോകരുത്. ചൂടോടുകൂടി തന്നെയാണ് നമ്മളിത് കഴിക്കുന്നത്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പഞ്ചസാര 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് മെൽറ്റാകുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു 2-3 തുള്ളി നാരങ്ങ നീരും കൂടി ഒഴിക്കാം. നല്ലവണ്ണം ഇളക്കി ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതും ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഇപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്താച്ചിയോ വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നല്ലവണ്ണം പൊടിച്ചെടുത്തതാണ്. ഷുഗർ സിറപ്പ് ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കട്ട് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് കൂടുതൽ മധുരം ആവശ്യമുള്ളവർ കൂടുതൽ ഒഴിക്കുക. എന്നിട്ടാണ് ഇത് കഴിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു ഡെസേർട്ടാണ്. നിങ്ങൾ അറബിക് റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ അവിടെ നല്ല കുനാഫ കഴിക്കാനായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസ് വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും തന്നെ കമൻറ്റുകൾ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലിടണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. സൂപ്പറാണ്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.